ഹലോ മക്കളെ, നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ് എടുക്കുന്നത്. അടുത്ത് വരുന്ന എക്സാമുകൾക്കെല്ലാം തന്നെ ഉപകാരപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. മാക്സിമം എല്ലാതും കോഡ് വെച്ച് തന്നെയാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ പറയാം. ഓൾറെഡി പറഞ്ഞിട്ടുള്ള ക്ലാസ്, നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്. കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചു പോകുക. ഇനി ഓൾറെഡി കേട്ട് പഠിച്ചവരാണെങ്കിൽ ഇതൊന്ന് ഓർമ്മപ്പെടുത്താം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വയലാർ പുരസ്കാരമാണ് പറയുന്നത്. വയലാർ പുരസ്കാരം എന്ന് പറയുമ്പോൾ ഹരിശ്രീ അശോകനെ ഓർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു വയലിൽ ഹരിശ്രീ അശോകൻ നിൽക്കുന്നു. നിങ്ങൾ തിലക്കം സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ ദിലീപ് മുണ്ട് ഊരിക്കൊണ്ട് ഓടുമ്പോൾ ഹരിശ്രീ അശോകൻ എന്താണ് ഓടിപ്പോയിട്ടൊരു വയലിൻ്റെ സൈഡിലുള്ള ഒരു ഇതിലേക്കാണ്, കടവിലേക്കാണ് എടുത്ത് ചാടുന്നത്. അപ്പോൾ ആ സീനൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ വയലാർ അവാർഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഹരിശ്രീ അശോകനെ ഓർക്കാൻ പറ്റണം. അപ്പോൾ 2024 ഈ വയലാർ പുരസ്കാരം ലഭിച്ചത് അശോകൻ ചെരുവിലിനാണ്. 2024 വയലാർ പുരസ്കാരം ലഭിച്ചത് അശോകൻ ചരുവിലിനാണ്. കൃതി ഏതാണ്? കാട്ടൂർ കടവ് എന്നുള്ളതാണ്. കാട്ടൂർ കടവ്. അപ്പം അശോകൻ ചരുവിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കാട്ടൂർ കടവ് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. കാരണം ചെരിവൊക്കെ ഉണ്ടാവുക ഈ കടവ് അല്ലേ. നമ്മൾ കുളത്തിൻ്റെ കടവാണെങ്കിലും പുഴയുടെ കടവാണെങ്കിലും ഒക്കെ ഒരു ചെരിവ് ഉണ്ടായിരിക്കില്ലേ. അപ്പം അശോകൻ ചെരുവിലിനാണ് 2024 വയലാർ പുരസ്കാരം ലഭിച്ചത്. കൃതി ഏതാണ്? കാട്ടൂർ കടവാണ്. ഇനി ഹരിശ്രീ അല്ലേ, ശ്രീ. അപ്പോൾ 2023 ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ഹരിശ്രീ വരുന്നില്ലേ, ശ്രീകുമാരൻ തമ്പിക്കാണ് 2023 വയലാർ പുരസ്കാരം ലഭിച്ചത്. ജീവിതം ഒരു പെൻഡുലം എന്നുള്ള കൃതിക്കാണ്. ജീവിതം എന്ന ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഇനി 2022 2022 ഹരീഷിനാണ്, ഹരീഷിനാണ് വയലാർ പുരസ്കാരം ലഭിച്ചത്. മീശ എന്നുള്ള കൃതിക്കാണ്. അപ്പോൾ നിങ്ങൾ വയലാർ പുരസ്കാരം പഠിച്ചു കഴിഞ്ഞു. 2024 കിട്ടിയത് അശോകൻ ചരുവിലിനാണ്, കാട്ടൂർ കടവ് എന്നുള്ള കൃതിക്കാണ്. 2023 ശ്രീകുമാരൻ തമ്പിക്കാണ്, ജീവിതം ഒരു പെൻഡുലം എന്നുള്ള കൃതിക്കാണ്. 2022 ഹരീഷിനാണ്, മീശ എന്നുള്ള കൃതിക്കാണ്. അപ്പോൾ ഹരിശ്രീ അശോകൻ ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 3 വർഷത്തെയും വയലാർ പുരസ്കാരം പഠിച്ചു കഴിഞ്ഞു അല്ലേ. അടുത്തത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. എഴുത്തച്ഛൻ പുരസ്കാരം നമ്മൾ എപ്പോഴും എന്തെങ്കിലും എഴുതുന്നതായിട്ടാണ് ഓർക്കാറ് അല്ലേ. എന്തെങ്കിലും എഴുതുന്നതായിട്ടാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുമ്പോൾ നമ്മളപ്പോൾ എന്തെങ്കിലും എഴുതുന്നതായിട്ട് ഓർക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്നത് സേ പരീക്ഷയാണ് എഴുതുന്നത്. എന്താണ്? സേ പരീക്ഷയാണ് എഴുതുന്നത്. ആരാണ് എഴുതുന്നത്? മാധവനാണ് എഴുതുന്നത്. അപ്പം നമ്മൾ മാധവനെ വിളിക്കുകയാണ്. മാധവ വാ സേ പരീക്ഷ എഴുതാം. മാധവ വാ സേ പരീക്ഷ എഴുതാം അല്ലേ. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം 2024 കിട്ടിയത് NS മാധവനാണ്. മാധവനല്ലേ വിളിച്ചത്? NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത്. ഇനി വാ അല്ലേ, SK വസന്തൻ. വാ എന്താണ്? വസന്തനാണ്. SK വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത്. സേ പരീക്ഷ എഴുതാം അല്ലെ. സേ എന്നത് സേതു. 2022 എഴുത്തച്ഛൻ പുരസ്കാരം സേതുവിനാണ് കിട്ടിയത്. പഠിച്ചു കഴിഞ്ഞു. 2024 ആർക്കാണ്? NS മാധവൻ. NS മാധവനാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത്. 2023 SK വസന്തനും 2022 സേതുവിനുമാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത്. ഇനി അടുത്ത നമ്മൾ ബഷീർ പുരസ്കാരവും ഓടക്കുഴൽ പുരസ്കാരവും നമ്മൾ ഒന്നിച്ച് പറയാണ്. ബഷീർ പുരസ്കാരവും ഓടക്കുഴൽ പുരസ്കാരവും. ബഷീർ നമുക്കറിയാം അല്ലേ. ബഷീർ ആരാണെന്നുള്ളതൊക്കെ വൈക്കം മുഹമ്മദ് ബഷീറിന് അറിയാത്ത ആരുമില്ല. അപ്പം ബഷീർ മാംസം കഴിച്ചു. എന്താണ്? ബഷീർ മാംസം കഴിച്ചു. എന്നിട്ട് കൃഷ്ണനെ കാണാൻ പോകാണ്. അപ്പോൾ ആർക്കും സംശയമൊന്നും തോന്നാതിരിക്കാൻ, മാംസം കഴിച്ചിട്ടല്ലേ പോകുന്നത്, ആർക്കും സംശയമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ചന്ദനം അരച്ച് ഒരു ഗോപിക്കുറി തൊട്ടിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ കൃഷ്ണന് മനസ്സിലായില്ലേ. കൃഷ്ണൻ എന്ത് ചെയ്തു? ഓടക്കുഴലെടുത്ത് തല്ലി ഓടിച്ചു. ഇതൊരു കോഡിന് വേണ്ടി മാത്രം പറയുന്നതാണ്. നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് പഠിക്കാം. ബഷീർ പുരസ്കാരവും ഓടക്കുഴൽ പുരസ്കാരവും കൂടി ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ ബഷീർ എന്താണ് ചെയ്തത്? മാംസം കഴിച്ചിട്ട് കൃഷ്ണനെ കാണാൻ പോയി അല്ലേ. അപ്പോൾ ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടാണ് പോയത്? ചന്ദനം അരച്ചിട്ട് ഗോപിക്കുറി തൊട്ടിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ കൃഷ്ണന് മനസ്സിലായി. കൃഷ്ണൻ എന്ത് ചെയ്തു? ഓടക്കുഴൽ എടുത്ത് ഒരു തല്ല് കൊടുത്തു. അപ്പൊ നമുക്ക് ബഷീർ പുരസ്കാരം കിട്ടിയത് PN ഗോപികൃഷ്ണനാണ്. കൃഷ്ണനെ കാണാനാണ് പോയത്, ഗോപിക്കുറി തൊട്ടിട്ടാണ് പോയത്. അപ്പൊ PN ഗോപികൃഷ്ണനാണ് ബഷീർ പുരസ്കാരം അവസാനമായിട്ട് കിട്ടിയത്. അതായത് 2024 17ാമത് ബഷീർ പുരസ്കാരമാണ്. അതും കൂടി നോട്ട് ചെയ്തേക്കുക, 17ാമതാണ്. ചിലപ്പോൾ 2024 തരാം, 17ാമത് ബഷീർ പുരസ്കാരം എന്നായിരിക്കും തരാം. മിക്കതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബഷീർ പുരസ്കാരം ചോദിക്കുള്ളൂ.
അപ്പൊ 2024 17ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. ഏതാണ് കൃതി? കവിത മാംസഭോജിയാണ്. കവിത മാംസഭോജിയാണ് എന്നുള്ള കൃതിക്കാണ് ലഭിച്ചത്. ഇനി നമ്മൾ ഓടക്കുഴലോണ്ട് തല്ലിയിട്ടുണ്ടല്ലോ, അപ്പൊ നമുക്ക് അവിടേക്ക് പോകാം. ഓടക്കുഴലോണ്ട് തല്ലിയില്ലേ? അപ്പൊ എന്തിനാണ് ഓടക്കുഴലോണ്ട് തല്ലിയതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചന്ദനമൊക്കെ അരച്ച് ഗോപി തൊട്ടിട്ടാണ് പോയത്. പക്ഷെ എന്താണ് പോരുന്നതിന് മുമ്പ് കവിത അല്ലെ അവിടെ മാംസം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവസാനമായിട്ട് ഓടക്കുഴൽ പുരസ്കാരം ഗോപി എന്നതിൽ നിന്നും ഗോപു എന്നുള്ള കൃതിക്ക് അരവിന്ദാക്ഷനാണ് കിട്ടിയത്. അരച്ചിട്ട് ഗോപിക്കുർ തൊട്ടിട്ട് അല്ലെ, അരവിന്ദാക്ഷന് ഗോപു എന്നുള്ള കൃതിക്കാണ് ഓടക്കുഴൽ പുരസ്കാരം 2024 ലഭിച്ചത്. 2023 ലഭിച്ചത് PN ഗോപികൃഷ്ണന് തന്നെയാണ്. കവിത മാംസഭോജിയാണ് എന്നുള്ള കൃതിക്കാണ്. കൺഫ്യൂഷനായോ? ഒന്നും കൂടി പറയാം. ബഷീർ പുരസ്കാരം ഏറ്റവും അവസാനമായിട്ട് 2024 17ാമത് കിട്ടിയത് ആർക്കാണ്? PN ഗോപികൃഷ്ണനാണ്. കൃതിയുടെ പേര് കവിത മാംസഭോജിയാണ്. ഇനി ഓടക്കുഴൽ പുരസ്കാരം. ഓടക്കുഴൽ പുരസ്കാരം അവസാനമായിട്ട് 2024 ലഭിച്ചത് അരവിന്ദാക്ഷനാണ്. ഗോപു എന്നുള്ള കൃതിക്കാണ്. ചന്ദനം അരച്ച് ഗോപിക്കുറി തൊട്ടിട്ടാണ് അല്ലെ പോയത്. അപ്പൊ ഗോപു എന്നുള്ള കൃതിക്ക് ആരുടേതാണ്? അരവിന്ദാക്ഷന് ഗോപു എന്നുള്ള കൃതിക്കാണ് 2024 ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയത്. പക്ഷെ അതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ഗോപിക്കുറിയൊക്കെ അരച്ച് തൊടുന്നതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മാംസം കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ കവിത മാംസഭോജിയാണ് എന്നുള്ള കൃതിക്ക് PN ഗോപികൃഷ്ണനാണ് 2023 ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയത്. അപ്പൊ 2023 ഓടക്കുഴൽ പുരസ്കാരം PN ഗോപികൃഷ്ണൻ, കവിത മാംസഭോജിയാണ്. 2024 ഓടക്കുഴൽ പുരസ്കാരം അരവിന്ദാക്ഷന് ഗോപു എന്നുള്ള കൃതിക്ക്. ഓക്കെ ആയില്ലേ? ഇനി 2022 കൂടി ജസ്റ്റ് ഒന്ന് ഓടക്കുഴൽ പുരസ്കാരം നോക്കി വെക്കാം. സുഖാണ്. അംബികാസുധൻ മങ്ങാടിന് പ്രാണവായു എന്നുള്ള കൃതിക്കാണ് ഓടക്കുഴൽ പുരസ്കാരം 2022 ലഭിച്ചത്. അംബികാസുധനെ ഓടക്കുഴൽ കൊണ്ട് അടിച്ചു എന്ന് ഓർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അംബികാസുധനെ ഓടക്കുഴൽ കൊണ്ട് അടിച്ചപ്പോ എന്താണ്? മകൻ സുധൻ എന്ന് പറഞ്ഞ മകനാണ് അല്ലെ. അപ്പൊ അവൻ എന്ത് ചെയ്തു? പ്രാണവായും കൊണ്ട് ഓടി. അപ്പൊ 2022 അംബികാസുധൻ മങ്ങാടിന്റെ പ്രാണവായു എന്നുള്ള കൃതിക്കാണ് കിട്ടിയത്. സുധൻ എന്ന് പറഞ്ഞാൽ മകൻ എന്നാണ് അർത്ഥം. നമുക്ക് അതും പഠിക്കേണ്ടതാണ്. മലയാളത്തിലെ അർത്ഥത്തില് സുധൻ എന്നുള്ള വാക്കും നമുക്ക് പഠിക്കാനുണ്ട്. സുധൻ എന്ന് പറഞ്ഞാൽ മകൻ എന്നാണ് അർത്ഥം. അപ്പൊ സുധനെ ഓടക്കുഴൽ കൊണ്ട് അടിച്ചു. അപ്പൊ അവൻ എന്ത് ചെയ്തു? പ്രാണനും കൊണ്ട് ഓടി അല്ലെ. രണ്ട് കയ്യിൽ അടിച്ചു എന്ന് ഓർക്കുക. അപ്പൊ 2022 അംബികാസുധൻ മങ്ങാടിന്റെ പ്രാണവായു എന്നുള്ള കൃതിക്ക് ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയത്. അപ്പൊ ഇത്രയും പഠിച്ചില്ലേ? ബഷീർ പുരസ്കാരം അവസാനം ആർക്കാണ് കിട്ടിയത്? 2024 ബഷീർ പുരസ്കാരം ലഭിച്ചത് PN ഗോപികൃഷ്ണന്, കവിത മാംസഭോജിയാണെന്നുള്ള കൃതിക്ക് തന്നെയാണ് കിട്ടിയത്. അടുത്തത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, വയലാർ പുരസ്കാരമൊക്കെ ഓക്കെ. ഈ മാതൃഭൂമി പുരസ്കാരമൊക്കെ ആർക്കറിയാനാണ് അല്ലെ? ആർക്കറിയാം അല്ലെ? അറിയാം. സക്കറിയക്കാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കാണ്? സക്കറിയ. അപ്പൊ അങ്ങനെ തന്നെ ഓർത്താൽ മതി. ഈ മാതൃഭൂമി സാഹിത്യ പുരസ്കാരമൊക്കെ ആർക്കറിയാനാണ്? അപ്പൊ ആർക്കറിയാം എന്നുള്ളതിൽ നിന്ന് സക്കറിയക്കാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2023 കിട്ടിയത്. അതേപോലെ ONV സാഹിത്യ പുരസ്കാരം, അതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ONV സാഹിത്യ പുരസ്കാരം 2024 കിട്ടിയത് പ്രതിഭ റായിക്കാണ്. അപ്പൊ നിങ്ങൾ ഈ ONV എന്ന് എഴുതുമ്പോൾ തന്നെ ആ V ഉണ്ടല്ലോ, വി ഫോർ വിക്ടറി ആണല്ലേ. അപ്പൊ വി നന്നായിട്ട് ഇങ്ങോട്ട് വലുതാക്കി എഴുതി വെക്കുക. അപ്പൊ വി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വിന്നർ ആവുക അല്ലെങ്കിൽ വിക്ടറി വിജയം നേടാ ആരാണ്? പ്രതിഭകളാണ് അല്ലെ. പ്രതിഭകളാണ് എപ്പോഴും വിജയം നേടാ. അപ്പൊ വി വലുതാക്കി എഴുതി വെക്കുക. അപ്പൊ വിജയം നേടാ പ്രതിഭകളാണ്. പ്രതിഭ റായിക്കാണ് 2024 ONV പുരസ്കാരം, ONV സാഹിത്യ പുരസ്കാരം കിട്ടിയത് പ്രതിഭ റായിക്കാണ്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ ഒരിക്കലും മറന്നു പോകില്ല എന്ന് മാത്രമല്ല, ഇനി എങ്ങാനും മറന്നുപോയാൽ തന്നെ ഈ ഓപ്ഷനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, ഒരിക്കലും മാറിപ്പോകില്ല. അല്ലെങ്കിൽ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കാണ്, ONV പുരസ്കാരം ആർക്കാണെന്നൊക്കെ ആകെ കൺഫ്യൂസിങ് ആവും. അപ്പൊ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കാണ്? ആർക്കറിയാം അല്ലെ? സക്കറിയ. ഇനി ONV സാഹിത്യ പുരസ്കാരം 2024 ONV വി ഫോർ വിക്ടറി ആണ്. അപ്പൊ വിജയം ആർക്കാണ്? പ്രതിഭകൾക്കാണ്. അപ്പൊ പ്രതിഭ റായാണ് 2024 ONV പുരസ്കാരം നേടിയത്. അടുത്തത് JC ഡാനിയൽ അവാർഡ്. JC ഡാനിയൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ. JC ഡാനിയലിന്റെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് മലയാളത്തിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഏതാണ്? സെല്ലുലോയിഡ് അല്ലെ. നമ്മുടെ പൃഥ്വിരാജ് അഭിനയിച്ച സെല്ലുലോയിഡ് എന്നുള്ള മൂവിയിലെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവൂലേ?
അതിൽ പൃഥ്വിരാജിനെ കാണുമ്പോൾ നമുക്ക് അവസാനമൊക്കെ ആകുമ്പോൾ ഭയങ്കര കരുണ തോന്നും അല്ലേ. ഉള്ള കാശ് മുഴുവൻ അല്ലേ, ഡോക്ടറൊക്കെ ആയിരുന്നു, ഉള്ള കാശ് മുഴുവൻ എടുത്ത് സിനിമ പിടിച്ച് അവസാനം കുത്തുവാളെടുക്കുകയാണ് അല്ലേ, ഒരു ഗതി ഇല്ലാതായി പോകാണ് അവസാനം. അപ്പം നമുക്കത് കാണുമ്പോൾ അവസാനം ഒരു കരുണയൊക്കെ തോന്നൂലേ, അതങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ JC ഡാനിയൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സെല്ലുലോയിഡ് സിനിമയിലെ പൃഥ്വിരാജിനെ ഓർമ്മ വരണം. അപ്പം നമ്മുടെ മനസ്സിൽ അറിയാതെ ഒരു കരുണയൊക്കെ തോന്നും. അപ്പം ഷാജി N കരുണിനാണ് 2023 JC ഡാനിയൽ അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഏറ്റവും അവസാനം അതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ JC ഡാനിയൽ അവാർഡ് അവസാനം 2023 കിട്ടിയത് ഷാജി N കരുണിനാണ് JC ഡാനിയൽ അവാർഡ് 2023 കിട്ടിയത്. ഇനി സരസ്വതി സമ്മാൻ 2023 പ്രഭാ വർമ്മയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. സരസ്വതി സമ്മാൻ പ്രഭാ വർമ്മ. നമ്മൾ സാധാരണ ദേവിമാരുടെയും ദേവന്മാരുടെയൊക്കെ ചുറ്റൂർ എപ്പോഴും ഒരു പ്രഭ ഉണ്ടാവൂലേ. അപ്പോൾ ഈ സരസ്വതി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ദേവീനെ മനസ്സിലേക്ക് ഓർക്കാം. അപ്പം ഒരു പ്രഭയുണ്ട്. പ്രഭാ വർമ്മയ്ക്കാണ് കിട്ടിയത്. രൗദ്ര സ്വാത്വികം എന്നുള്ള കൃതിക്കാണ് കിട്ടിയത്. അതിന് തൊട്ടു മുമ്പ് ശിവശങ്കരിക്കാണ്. ശിവശങ്കരി എന്ന് പറയുന്നത് പാർവതിനെ പറയുമല്ലേ, ശിവശങ്കരി. അപ്പോൾ സരസ്വതി ആർക്ക് കൊടുത്തു? അതിന് തൊട്ടു മുമ്പ് പാർവതിക്ക് കൊടുത്തു. ശിവശങ്കരിക്കാണ് കിട്ടിയത്. സൂര്യവംശം എന്നുള്ള കൃതിക്കാണ് കിട്ടിയത്. സൂര്യവംശം. അപ്പൊ സരസ്വതി സമ്മാനാണ് ഇപ്പൊ പറഞ്ഞത്. 2023 പ്രഭാവർമ്മയ്ക്കാണ് കിട്ടിയത്. രൗദ്ര സാത്വികം എന്നുള്ള കൃതിക്കാണ്. സരസ്വതി സമ്മാൻ 2023 പ്രഭാവർമ്മ. സരസ്വതിയുടെ ചുറ്റും ഒരു പ്രഭയുണ്ടാവൂല്ലേ എപ്പോഴും. അപ്പൊ പ്രഭാവർമ്മയ്ക്കാണ് രൗദ്ര സാത്വികം എന്നുള്ള കൃതിക്കാണ്. 2022 കിട്ടിയത് ശിവശങ്കരിക്കാണ് കിട്ടിയത്. സൂര്യവംശം എന്നുള്ള കൃതിക്കാണ്. നമ്മളിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പുരസ്കാരങ്ങൾ കോഡ് വെച്ച് സെറ്റ് ചെയ്തിട്ട് അടുത്ത ദിവസം തന്നെ ഇടാം. അപ്പോൾ ഈ പുരസ്കാരങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു നോക്കി കിട്ടുന്നില്ലെന്ന്. ഫസ്റ്റ് വയലാർ പുരസ്കാരമാണ് പറഞ്ഞത്. വയലാർ എന്ന് പറയുമ്പോൾ വയലിൽ ആര് നിൽക്കുന്നതാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്? ഹരിശ്രീ അശോകൻ അല്ലേ. അപ്പോൾ അവസാനമായിട്ട് 2024 വയലാർ പുരസ്കാരം അശോകൻ ചരുവിലിനാണ്. കാട്ടൂർ കടവ് എന്നുള്ള കൃതിക്കാണ്. പിന്നെ ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം. അതിനു മുമ്പ് ഹരീഷ് മീശ. ഹരിശ്രീ അശോകൻ. എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുമ്പോൾ എന്താണ് ഓർക്കേണ്ടത്? എന്തോ എഴുതുന്ന കാര്യമാണ് അല്ലെ. എന്ത് എഴുതുന്നതാണ്? പരീക്ഷ എഴുതുന്നതാണ്. ആരാണ്? മാധവനാണ്. അപ്പൊ മാധവനെ നമ്മൾ വിളിക്കുകയാണ്, മാധവ വാ പരീക്ഷ എഴുതാൻ അല്ലെ. മാധവൻ NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത്. 2023 SK വസന്തനും 2022 സേതുവിനുമാണ് കിട്ടിയത്. ബഷീർ പുരസ്കാരം ഓടക്കുഴൽ പുരസ്കാരം നമ്മൾ ഒരുമിച്ചിട്ടാണ് കോഡ് പറഞ്ഞത്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് പഠിക്കാം. ബഷീർ പുരസ്കാരം, ബഷീർ എന്താണ് ചെയ്തത്? മാംസം കഴിച്ചിട്ട് കൃഷ്ണന്റെ അടുത്തേക്ക് പോയില്ലേ. അപ്പൊ ബഷീർ പുരസ്കാരം PN ഗോപികൃഷ്ണനാണ് കിട്ടിയത്. PN ഗോപികൃഷ്ണന്റെ കവിത മാംസഭോജിയാണ് എന്നുള്ള കൃതിക്കാണ് ബഷീർ പുരസ്കാരം കിട്ടിയത്. അങ്ങനെ ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഗോപിക്കുരിയൊക്കെ തൊട്ടിട്ടാണല്ലേ പോയത്. ചന്ദനം കരച്ച് ഗോപിക്കുരിയൊക്കെ തൊട്ടിട്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ കൃഷ്ണൻ ഓടക്കുഴൽ കൊണ്ട് തല്ലി. അപ്പോൾ ഓടക്കുഴൽ പുരസ്കാരം അവസാനമായിട്ട് കിട്ടിയത് അരവിന്ദാക്ഷന്റെ ഗോപു എന്നുള്ള കൃതിക്കാണ്. അരവിന്ദാക്ഷനാണ് കിട്ടിയത്. കൃതി ഗോപു എന്നുള്ള കൃതിയാണ്. 2024 ഓടക്കുഴൽ പുരസ്കാരം. 2023 ഏത് കൃതിക്ക് തന്നെയാണ് കിട്ടിയത് ഓടക്കുഴൽ പുരസ്കാരം? PN ഗോപികൃഷ്ണന്റെ കവിത മാംസഭോജിയാണ് എന്നുള്ള കൃതിക്ക് തന്നെയാണ് 2023 ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയത്. 2022 ആവുമ്പോൾ രണ്ട് കയ്യിലും തല്ല് കിട്ടിയത് ആരെ കയ്യിൽ നിന്നാണ്? അംബികയുടെ കയ്യിൽ നിന്ന് അല്ലെ. മകന് അംബികാസുധൻ മങ്ങാടിന് ആണ് കിട്ടിയത്. ഏതാണ് കൃതി? പ്രാണവായു എന്നുള്ള കൃതിക്കാണ് 2022 ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയത്. പിന്നെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരോ ആർക്കറിയാം അല്ലെ. സക്കറിയയ്ക്കാണ് കിട്ടിയത്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സക്കറിയയ്ക്കാണ് കിട്ടിയത്. ONV പുരസ്കാരം V for വിക്ടറി, വിജയമാണ് അല്ലെ. വിജയം എപ്പോഴും പ്രതിഭകൾക്കാണ്. പ്രതിഭ റായിക്കാണ് 2024 ONV സാഹിത്യ പുരസ്കാരം കിട്ടിയത്. JC ഡാനിയൽ പുരസ്കാരം. JC ഡാനിയൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സെല്ലുലോയുടെ പൃഥ്വിരാജിനെ ഓർമ്മ വരാണെങ്കിൽ നമുക്ക് കരുണ തോന്നും അല്ലെ. ഷാജി N കരുണിനാണ് JC ഡാനിയൽ പുരസ്കാരം 2023 കിട്ടിയത്. ഇനി സരസ്വതി സമ്മാനമാകുമ്പോൾ സരസ്വതി ദേവിയുടെ ചുറ്റും എപ്പോഴും ഒരു പ്രഭയുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രഭാ വർമ്മയ്ക്കാണ് 2023 സരസ്വതി സമ്മാനം കിട്ടിയത്. ഏതാണ് കൃതി? രൗദ്ര സാത്വികം എന്നുള്ള കൃതി. രൗദ്ര സാത്വികം എന്നുള്ള കൃതിക്കാണ് കിട്ടിയത്. 2022 ശിവശങ്കരിക്കാണ് കിട്ടിയത്. സൂര്യവംശം എന്നുള്ള കൃതിക്കാണ് കിട്ടിയത്. നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത പ്രധാനപ്പെട്ട കറണ്ട് അഫയർ എന്ന് പറയുന്നത്
കുംഭമേള നടക്കുകയാണ് അല്ലേ, മഹാകുംഭമേള. മൊണാലിസയും ഒക്കെ നമ്മുടെ ഇതിലൊക്കെ സോഷ്യൽ മീഡിയ മൊത്തം വൈറലാണ്. ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ജില്ല തന്നെ സർക്കാർ, ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ ജില്ലയുടെ പേരെന്താണ്? മഹാകുംഭമേള അല്ലേ. ആ ജില്ലയുടെ പേരും അത് തന്നെയാണ്, മഹാകുംഭമേള എന്നാണ് ആ ജില്ലയുടെ പേര്. കുംഭമേള നടക്കുന്നതിന്റെ ഭാഗമായിട്ട് രൂപീകരിച്ച പുതിയ ജില്ലയുടെ പേരും മഹാകുംഭമേള എന്ന് തന്നെയാണ്. ഇനി അതേപോലെ തന്നെ വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിൽ, ബ്ലൈൻഡ് അതായത് അന്ധരായിട്ടുള്ള ആളുകളുടെ ക്രിക്കറ്റ് കൗൺസിൽ, അവർ ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ട്, അവരുടെ ക്രിക്കറ്റ് കൗൺസിൽ ഉണ്ട്, വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിൽ. അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരു മലയാളിയെയാണ് തെരഞ്ഞെടുത്തത്, അതും ഐക്യകണ്ഠേനയാണ് തെരഞ്ഞെടുത്തത്. മലയാളിയുടെ പേര് ശ്രദ്ധിക്കുക, രജനീഷ് ഹെൻറി എന്നാണ്. എന്താണ് പേര്? രജനീഷ് ഹെൻറി. രജനീഷ് ഹെൻറി എന്നാണ് മലയാളിയുടെ പേര്. അപ്പൊ വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്ത മലയാളിയാണ് രജനീഷ് ഹെൻറി എന്നുള്ളത്. ഇത് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിലാണ്. അതല്ലാതെ വേറൊരു ക്രിക്കറ്റ് കൗൺസിൽ ഇല്ലേ, ഏതാണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അല്ലേ, ICC എന്ന് നമ്മൾ പറയും, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ. അതിന്റെ അധ്യക്ഷൻ ആരാണ്? അതിന്റെ അധ്യക്ഷൻ നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ജയ് ഷായാണ്. ആരാണ്? ജയ് ഷാ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ അധ്യക്ഷനാണ് ജയ് ഷാ. ഈ ജയ് ഷാ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതോ ഒരു പേരായിട്ടൊരു കണക്ഷൻ തോന്നുന്നില്ലേ? അമിത് ഷാ, നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള അമിത് ഷാ അല്ലെ, അമിത് ഷായുടെ മകനാണ് ജയ് ഷാ. അമിത് ഷായുടെ മകനായിട്ടുള്ള ജയ് ഷാ ആണ് നമ്മുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഈ സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഇദ്ദേഹം. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആര്? ജയ് ഷാ എന്നുള്ളത്. അതേപോലെ തന്നെ 5ാമത്തെ ഇന്ത്യക്കാരനാണ്, ഈ സ്ഥാനത്തെത്തുന്ന 5ാമത്തെ ഇന്ത്യക്കാരനാണ്. അപ്പൊ രണ്ട് കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിലിന്റെ കാര്യമാണ്. വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്തത് രജനീഷ് ഹെൻറിയെയാണ്. രജനീഷ് ഹെൻറി കാഴ്ച പരിമിതരുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സംഘടനയാണ് ഏത്? വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിൽ എന്നുള്ളത്. അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് രജനീഷ് ഹെൻറിയെയാണ് തെരഞ്ഞെടുത്തത്. ഇത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ICC, അതിന്റെ അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്തത് ജയ് ഷായെയാണ്. ജയ് ഷാ എന്ന് പറയുന്നത് അമിത് ഷായുടെ മകനാണ്. അതുകൊണ്ട് നിങ്ങൾ മറക്കില്ലല്ലോ, അമിത് ഷായുടെ മകനായിട്ടുള്ള ജയ് ഷായെയാണ് നമ്മുടെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്തത്. ഈ സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഇദ്ദേഹം. അതേപോലെ തന്നെ 5ാമത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ്. അടുത്തത് ഓക്സ്ഫോർഡ് ഡിക്ഷണറി വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുത്തത് ബ്രെയിൻ റോട്ട് എന്നുള്ള വാക്കാണ്. ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറ് ചീഞ്ഞളിഞ്ഞു പോകുന്ന അവസ്ഥേനെയാണ് ബ്രെയിൻ റോട്ട് എന്ന് വിശേഷിപ്പിക്കുക. ബ്രെയിൻ റോട്ട് ഈ വാക്കാണ്, ബ്രെയിൻ റോട്ട് എന്ന വാക്കാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുത്തത്. അതായത് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഉപയോഗം മൂലം തലച്ചോറൊക്കെ മരവിച്ചിരിക്കാനല്ല എല്ലാവരും, അല്ലെങ്കിൽ അത് ചീഞ്ഞളിഞ്ഞു പോകുക എന്നുള്ള രീതിയിലുള്ള ഈ വാക്കിന്റെ പ്രയോഗം വളരെയധികം കൂടിയിട്ടുണ്ട്. മുമ്പത്തെ അപേക്ഷിച്ച് ഈ വാക്കിന്റെ ഉപയോഗം ഇപ്പോഴത്തെ കാലങ്ങളിൽ വളരെയധികം കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ബ്രെയിൻ റോട്ട് എന്നുള്ള വാക്കിനെ വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് നമ്മുടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ മറ്റൊരിതാണ് മറിയം വെബ്സ്റ്റർ നിഘണ്ടു എന്നുള്ളത്. മറിയം വെബ്സ്റ്റർ നിഘണ്ടു അത് ഈ വർഷത്തെ വാക്കായിട്ട് തെരഞ്ഞെടുത്തത് പോളറൈസേഷൻ ആണ്. പോളറൈസേഷൻ. അപ്പൊ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഏതിനെയാണ്? ബ്രെയിൻ റോട്ട് എന്നുള്ള വാക്കാണ് തെരഞ്ഞെടുത്തത്. വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുത്തത് ബ്രെയിൻ റോട്ട് എന്നുള്ള വാക്കാണ്. എന്നാൽ മറിയം വെബ്സ്റ്റർ നിഘണ്ടു ഈ വർഷത്തെ വാക്കായിട്ട് തെരഞ്ഞെടുത്തത് പോളറൈസേഷൻ ആണ്. പോളറൈസേഷൻ. ഇനി അടുത്തത് ഒരു ബാങ്കിങ് ഭേദഗതി ബില്ല് ലോക്സഭ പാസ്സാക്കിയിട്ടുണ്ട്. ഒരുപാട് ചർച്ചകളെക്കാളും കൂടുതൽ വലിയ കോലാഹലങ്ങളും ബഹളങ്ങൾക്കും ശേഷം പാസ്സാക്കിയെടുത്തൊരു ബില്ലാണ് ഈ ബാങ്കിങ് ഭേദഗതി ബിൽ എന്ന് പറയുന്നത്. സംഭവം ഈ ബഹളങ്ങൾക്ക് കാരണം മറ്റൊന്നല്ല, ഈ ബാങ്കിങ് ബില്ലിന്റെ അവതരണ സമയത്ത് ഇന്ദിരാഗാന്ധിനെ കുറിച്ചുള്ള ഒരു പരാമർശം നടത്തി. അപ്പൊ അതാണ് നമ്മുടെ പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചതും പിന്നീട് തുടർന്ന് അങ്ങോട്ട് വലിയ ബഹളമൊക്കെ ആയി മാറി. അപ്പൊ നമുക്കതല്ല, ഈ ബാങ്കിങ് ഭേദഗതി ബില്ല് എന്താണെന്ന് അറിയണ്ടേ. ബാങ്കിങ് ഭേദഗതി ബില്ല് അനുസരിച്ചിട്ട് ഇനി 4 നോമിനികളെ വെക്കാൻ സാധിക്കും. നമുക്കറിയാലോ, നമ്മൾ സാധാരണ ഡെപ്പോസിറ്റുകൾക്കെല്ലാം ഒരു നോമിനിയാണ് നമ്മൾ വെക്കാറുള്ളത്, അങ്ങനെ വെക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ഇനി മുതൽ 4 നോമിനികളെ വെക്കാൻ സാധിക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവകാശികളില്ലാത്ത നിക്ഷേപം കൂടി വരാണ്.
അവകാശികളില്ലാത്ത നിക്ഷേപം കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ 4 പേരെ നോമിനിയാക്കി വെക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. കാരണം 2 പേര് നോമിനി മരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് മിക്കപ്പോഴും ഭർത്താവ് ഭാര്യനെ ആയിരിക്കും നോമിനിയായിട്ട് വെച്ചിട്ടുണ്ടാവുക. പക്ഷെ ഭാര്യ അതിന് മുമ്പേ മരണപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഭർത്താവും കൂടി മരിച്ചു പോകുന്ന സാഹചര്യത്തിൽ ഇവർക്ക് ഈ അവകാശികളില്ലാത്ത നിക്ഷേപങ്ങളുടെ അളവ് വളരെയധികം കൂടാണ് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ. അപ്പം അതുകൊണ്ട് അത് തടയാൻ വേണ്ടിയിട്ട് 4 പേരെ വരെ ഇനി മുതൽ നോമിനിയായിട്ട് വെക്കാൻ പറ്റും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹകരണ ബാങ്കിന്റെ ചെയർമാൻ ഒഴികെ ബാക്കിയുള്ള ബാങ്കുകളുടെ ഡയറക്ടർമാരെയൊക്കെ കാലാവധി 10 വർഷമാക്കി കൂട്ടിയിട്ടുണ്ട്. ആദ്യം 8 വർഷമായിരുന്നു, ഇപ്പോൾ അത് 10 വർഷമാക്കി കൂട്ടിയിട്ടും കൂടി ഉണ്ട്. സഹകരണ ബാങ്കിന്റെ ചെയർമാൻ ഒഴികെയാണ് ബാക്കിയുള്ള ബാങ്കിന്റെ ഡയറക്ടർമാരുടെ എല്ലാം കാലാവധി 10 വർഷമാക്കി കൂട്ടിയിട്ടും കൂടിയുണ്ട്. ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് ട്രീ എന്നുള്ളത് നമ്മുടെ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ കൂടുതൽ വലിച്ചെടുക്കാൻ, ഉയർന്ന അളവിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ലിക്വിഡ് ട്രീ എന്നുള്ളത്. അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ലിക്വിഡ് ട്രീ സ്ഥാപിച്ചത് കുഫോസ് ക്യാമ്പസിലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലിക്വിഡ് ട്രീ ആണ് കുഫോസ് ക്യാമ്പസിൽ വന്നത്. പൂർണ്ണ വളർച്ച പ്രാപിച്ച 10 മരങ്ങൾ ചെയ്യുന്ന പണിയാണ്, ആ പ്രവർത്തനത്തിന് തുല്യമാണ് ഈ ലിക്വിഡ് ട്രീ ചെയ്യുന്നത്. പൂർണ്ണ വളർച്ച എത്തിയിട്ടുള്ള 10 മരങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം ഉണ്ടല്ലോ, കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചിട്ട് ഈ ഓക്സിജൻ പുറത്തുവിടുന്ന ആ പ്രവർത്തനം, അത് 10 മരങ്ങൾ, പൂർണ്ണ വളർച്ച എത്തിയ 10 മരങ്ങൾ ചെയ്യുന്ന പ്രവർത്തനമാണ് ഒരു ലിക്വിഡ് ട്രീ ചെയ്യുക. അപ്പോൾ ഇത് ഉയർന്ന അളവിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും ഓക്സിജനെ പുറത്തുവിടുകയും ചെയ്യും. അതാണ് ഈ ലിക്വിഡ് ട്രീയുടെ ഉപയോഗം എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സ്ഥാപിച്ചത് കുഫോസ് ക്യാമ്പസിലാണെന്ന് ഓർത്തു വയ്ക്കുക. അതേപോലെ സംസ്ഥാനത്തെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം, അതായത് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം തലശ്ശേരിയിലാണ്. തലശ്ശേരി നമുക്കറിയാം 3 സീകളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്ന തലശ്ശേരിയാണ് അല്ലെ. ക്രിക്കറ്റ്, പിന്നെ കേക്ക്സ്, പിന്നെ സർക്കസ് അല്ലെ. 3 സീകളുടെ നാട് എന്നൊക്കെ പറയാൻ സി ആണ്. അപ്പൊ നമുക്കറിയാം ക്രിക്കറ്റും അതുപോലെ ഫുട്ബോളൊക്കെ വളരെയധികം ക്രിക്കറ്റ് പ്രേമികളും ഫുട്ബോൾ പ്രേമികളൊക്കെ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് തലശ്ശേരി എന്ന് പറയുന്നത്. അവിടെ തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വന്നത്. നിലവിൽ വന്നത് തലശ്ശേരിയിലാണ്. അടുത്തത് തീയിൽ നിന്നുയർത്ത നേത്രദാം ഇന്ന് തുറക്കും. നേത്രദാം എന്നുള്ളതൊരു പള്ളിയാണ്. അത് എവിടെയാണെന്നുള്ളതൊന്ന് ഓർത്തു വയ്ക്കുക. പാരീസിലാണ്. അത് തീപിടുത്തത്തിൽ അതിൻ്റെ മേൽക്കൂരയൊക്കെ നശിച്ചു പോയതാണ് നേത്രദാം എന്ന് പറഞ്ഞ പള്ളി. ഈ നേത്രദാമിലെ കൂനൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രശസ്തമായിട്ടുള്ള കൃതിയുണ്ട്, വിക്ടർ ഹ്യൂഗോയുടെ. നേത്രദാമിലെ കൂനൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് ഒരു വികൃതനും അതുപോലെ തന്നെ കൂനുള്ളതുമായിട്ടുള്ള ഒരു വ്യക്തി ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നതും പിന്നെ തുടർന്ന് അവരെ സംരക്ഷിക്കുന്നതും അവസാനം 2 പേരും ഒരുമിച്ച് മരിക്കുന്നതുമായിട്ടുള്ള ഒരു കഥയാണ് ഈ നേത്രദാമിലെ കൂനൻ എന്നുള്ളത്. വിക്ടർ ഹ്യൂഗോയുടെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ബുക്കാണത്. അപ്പോൾ ഈ നേത്രദാം പള്ളി എന്നുള്ളത് പാരീസിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അതേപോലെ ഈ നേത്രദാമിലെ കൂനൻ എന്നുള്ളത് വിക്ടർ ഹ്യൂഗോയുടെ ബുക്കാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. കാരണം ഇപ്പം അടുത്ത സമയത്ത് ഈ ന്യൂസുകളിലൊക്കെ ഇടം നേടിയ കാര്യങ്ങളൊക്കെ PSC ചോദിക്കാറുണ്ടല്ലേ. അപ്പം നേത്രദാമിലെ പള്ളി ഇപ്പോൾ വീണ്ടും തുറക്കാണ്. ഈ നേത്രദാമിലെ പള്ളി എവിടെയാണ്? പാരീസിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഒരു ഡോക്ടർ മില്ലറ്റ് ക്യൂനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ചെറുധാന്യങ്ങളുടെ രാജ്ഞി അഥവാ മില്ലറ്റ് ക്യൂ എന്നറിയപ്പെടുന്നത് ഒഡീഷയിലെ റൈമതി ഗൂരിയയാണ്. റൈമതി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ റൈസ് മതി എന്നുള്ളൊരു ഇതില്ലേ, റൈസ് മതി അല്ലേ. ഈ റൈമതി എന്ന് പറഞ്ഞ ഈ വ്യക്തി വെറും 7ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ അവർ 72 ഇനം പരമ്പരാഗത അരിയും അതുപോലെ തന്നെ 30 തരം ചെറുധാന്യങ്ങളും വളർത്തിയെടുത്തിട്ടുണ്ട്. 72 ഇനമാണ്. 72 ഇനം അരിയും പരമ്പരാഗത അരിയും അതുപോലെ തന്നെ 30 ചെറുധാന്യങ്ങളും വളർത്തിയെടുക്കാനുള്ള അറിവുകളും സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളുമാണ് ഈ 36കാരിക്ക് രാജ്ഞി പട്ടം നേടിക്കൊടുത്തത്. അപ്പൊ റൈമതി ഗൂരിയ എന്നുള്ളത് ഒഡീഷയിലെ ഒരു 36കാരിയാണ്. അവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെറുധാന്യങ്ങളുടെ രാജ്ഞി അല്ലെങ്കിൽ മില്ലറ്റ് ക്യൂൻ എന്നുള്ളൊരു ഡോക്ടറേറ്റ് നൽകിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ 72 ഇനം അരികളും അതേപോലെ തന്നെ 30 ഇനം ചെറുധാന്യങ്ങളും വളർത്തിയെടുക്കാനുള്ള അറിവും സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെയും ഭാഗമായിട്ടാണ് ഇവർക്ക് ഇത്തരത്തിലൊരു രാജ്ഞി പട്ടം കിട്ടിയത്. ഓർത്തിരിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ PSC സ്ഥിരം ചോദിക്കാറുണ്ട്. ഇനി ഇന്ദിരാഗാന്ധി സമ്മാനം ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം മിഷേൽ
മിഷേൽ ബാച്ചിലേക്കാണ്. മിഷേൽ ബാച്ചിലെ. അപ്പൊ സമാധാന സമ്മാനമാണല്ലേ. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഓർത്തിരിക്കുക. ഈ മിസൈലൊക്കെ ഇപ്പൊ സ്ഥിരം നമുക്ക് ഈ ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അവിടെ മിസൈൽ ഇട്ടു, ഇവിടെ മിസൈൽ ഇട്ടു എന്നുള്ള ന്യൂസൊക്കെ അല്ലേ കേൾക്കാനുള്ളൂ. അപ്പൊ മിസൈൽ ഇട്ടതിൽ നിന്നും ബച്ചാവോ അല്ലെങ്കിൽ രക്ഷിച്ചതിന് കൊടുത്തു എന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. അതൊന്നല്ല കാരണം, അങ്ങനെ ഓർത്തു വെക്കുക. മിഷേൽ ബാച്ചിലെ. മിഷേൽ ബാച്ചിലേക്കാണ് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത്. അവർക്ക് എന്തിനാ കിട്ടിയെന്ന് വെച്ചാൽ ഇവർ മുൻ ചിലിയുടെ പ്രസിഡന്റും അതേപോലെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകയുമാണ്. ചിലിയുടെ മുൻ പ്രസിഡന്റും മനുഷ്യാവകാശ പ്രവർത്തകയുമാണ് മിഷേൽ ബാച്ചിലെ എന്നുള്ളത്. മിഷേൽ ബാച്ചിലെ അവർക്കാണ് ഇപ്രാവശ്യത്തെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത്. ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരമൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം, സമാധാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ മിസൈൽ ഇട്ട സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാരെ രക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ബച്ചാവോ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ മിഷേൽ ബാച്ചിലേക്കാണ് ഇപ്രാവശ്യത്തെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം കിട്ടിയത്. അടുത്തത് ഒരു ആപ്പിനെ കുറിച്ചാണ് പറയുന്നത്. പ്രകൃതി പരീക്ഷൻ ആപ്പ് എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ആപ്പാണ്. ഈ ആപ്പ് എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തെ അറിഞ്ഞുകൊണ്ട് ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സാ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു ആപ്പാണ് പ്രകൃതി പരീക്ഷൻ ആപ്പ് എന്നുള്ളത്. അപ്പൊ ഇത് നമുക്ക് സാധാരണ പ്ലേ സ്റ്റോറിൽ നിന്നും സൗജന്യമായി തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് നമ്മൾ പങ്കെടുക്കാനുള്ള സമ്മതപത്രം നൽകണം. പിന്നെ അതേപോലെ തന്നെ കുറെ ചോദ്യോത്തര മാതൃകയിലാണ്. അവരോട് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉത്തരം നൽകണം. അങ്ങനെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ആരോഗ്യകരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന് വേണ്ട നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ മറ്റ് വൈദ്യസഹായം എന്തെങ്കിലും തേടണം, നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ വൈദ്യസഹായം നേടാനുള്ള നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് നൽകുന്ന ഒരു ആപ്പാണ് പ്രകൃതി പരീക്ഷൻ ആപ്പ് എന്നുള്ളത്. ഗിന്നസ് റെക്കോർഡ് നേടാനുള്ള ഒരു പരിപാടിയും കൂടിയും ഈ ആപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് പേര്? പ്രകൃതി പരീക്ഷൻ ആപ്പ് എന്നുള്ളതാണ്. പ്രകൃതി പരീക്ഷൻ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തെ അറിഞ്ഞുകൊണ്ട് ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിനുള്ള ചികിത്സാ നിർദ്ദേശങ്ങൾ നൽകുന്നതിനായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ആപ്പാണ് പ്രകൃതി പരീക്ഷൻ ആപ്പ് എന്നുള്ളത്. ഇത് നമ്മുടെ ഭരണഘടനാ ദിനമായിട്ടുള്ള നവംബർ 26 തന്നെയാണ് ഈ ആപ്പ് നിലവിൽ വന്നത്. അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അടുത്തത് ഈ തൊഴിലാളി സമരങ്ങളിൽ കേരളത്തിന് 3ാം സ്ഥാനമാണ്. തൊഴിലാളി സമരങ്ങളിൽ അപ്പൊ ഏത് സംസ്ഥാനത്തിനാണ് 1ാം സ്ഥാനം എന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടിനാണ് തൊഴിലാളി സമരങ്ങളുടെ കാര്യത്തിൽ 1ാം സ്ഥാനം. ഏറ്റവും കൂടുതൽ തൊഴിലാളി സമരങ്ങൾ ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ്. നമ്മളോട് പെട്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും കേരളം എന്ന് എഴുതും, തമിഴ്നാട് എഴുതാൻ ചാൻസ് ഇല്ല. പക്ഷെ 1ാം സ്ഥാനം തമിഴ്നാടിനാണ് തൊഴിലാളി സമരങ്ങളുടെ കാര്യത്തിൽ. 2ാം സ്ഥാനം മാത്രമേ, 2ാം സ്ഥാനമല്ല 3ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. അതേപോലെ തന്നെ ദേശീയ പഞ്ചായത്ത് പുരസ്കാരം നമ്മുടെ കേരളത്തിന് ലഭിച്ചിട്ടുണ്ട്. കേരള ദേശീയ പഞ്ചായത്ത് പുരസ്കാരം പെരുമ്പടപ്പ്, നമ്മുടെ മലപ്പുറത്തെ പെരുമ്പടപ്പിനും അതുപോലെ തന്നെ കിലയുണ്ടല്ലോ, കിലയ്ക്കുമാണ് ഈ ദേശീയ പഞ്ചായത്ത് പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. അപ്പൊ പെരുമ്പടപ്പിന് എന്തിനാണ് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാല് ദാരിദ്ര്യമുക്തിയും മെച്ചപ്പെട്ട ഉപജീവനം ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികളും, ദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള പദ്ധതികൾ, അതേപോലെ തന്നെ മെച്ചപ്പെട്ട ഉപജീവനം ഉറപ്പാക്കാനുള്ള പദ്ധതികളും നടപ്പിലാക്കിയതിനാണ് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചത്. ആ പുരസ്കാരത്തിന്റെ പേരൊന്ന് ശ്രദ്ധിക്കുക. ദീൻ ദയാൽ ഉപാധ്യായ് പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം. പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരമാണ് പെരുമ്പടപ്പിന് കിട്ടിയത്, മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പിന് കിട്ടിയത്. ഇനി കിലയ്ക്ക് കിട്ടിയത് പഞ്ചായത്ത് ക്ഷമത നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാരമാണ് കിലയ്ക്ക് കിട്ടിയത്. പഞ്ചായത്തുകൾക്ക് പിന്തുണ നൽകുന്ന സ്ഥാപനങ്ങളിൽ ദേശീയ തലത്തിൽ 1ാം സ്ഥാനമാണ് കിലയ്ക്കുള്ളത്. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് പിന്തുണ നൽകുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ, അവയിൽ 1ാം സ്ഥാനമാണ് കില കരസ്ഥമാക്കിയത്. അപ്പൊ ജസ്റ്റ് ഇത് രണ്ടും ഓർത്തിരിക്കുക. കിലയ്ക്കും കിട്ടിയിട്ടുണ്ട് ദേശീയ പഞ്ചായത്ത് പുരസ്കാരം, അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിനും കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി കിനാവും ട്രെൻഡ് പദ്ധതി ശ്രദ്ധിക്കണം. ഈ കിനാവ് എന്നുള്ളത് ഗോത്ര വിഭാഗത്തിലെ കുട്ടികളെ ദൃശ്യ സാങ്കേതിക വിദ്യയിലെ നൈപുണ്യമുള്ളവരാക്കി മാറ്റാൻ വേണ്ടി ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്
കിനാവ് എന്നുള്ളത്. അതായത് ഈ കുട്ടികൾക്ക്, ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് ക്യാമറ, എഡിറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നൽകുക. 100 കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത്. ക്യാമറ, എഡിറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ 100 കുട്ടികൾക്ക്, ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള 100 കുട്ടികൾക്ക് പരിശീലനം നൽകുക. അതായത് ഗോത്ര വിഭാഗത്തിലെ കുട്ടികളെ ദൃശ്യ സാങ്കേതിക വിദ്യയിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് കിനാവ് എന്നുള്ളത്. അപ്പൊ ഈ ട്രെൻഡ് പദ്ധതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് നൈപുണ്യമുള്ള അധ്യാപകരുണ്ടാവുമല്ലോ, ഇത്തരത്തിലുള്ള ഇതുകൾ നൽകാൻ വേണ്ടിയിട്ട് സാങ്കേതിക വിദ്യനെ കുറിച്ചിട്ടും ഈ എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടൊക്കെ നല്ല പരിജ്ഞാനമുള്ള നൈപുണ്യമുള്ള അധ്യാപകരുണ്ടാവുമല്ലോ, അവരെ ജില്ലാ തലത്തിൽ പട്ടികപ്പെടുത്താം. അതിന് കഴിവുള്ള അധ്യാപകരുടെ പേര് പട്ടികപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ട്രെൻഡ് പദ്ധതി എന്നുള്ളത്. അപ്പൊ കിനാവ് പദ്ധതി എന്താണ്? കിനാവ് പദ്ധതി ഗോത്രവിഭാഗത്തിലെ കുട്ടികൾക്ക് ദൃശ്യ സാങ്കേതിക വിദ്യയിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റാം. ദൃശ്യ സാങ്കേതിക വിദ്യ, അവിടെ നിന്നും ഈ ഗോത്രവിഭാഗത്തിലുള്ളവർക്കൊന്നും ഇപ്പൊ നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ പോലെ മൊബൈലൊന്നും യൂസ് ചെയ്യാനൊന്നും അറിയില്ലല്ലോ. അപ്പൊ അവർക്ക് ഈ ക്യാമറ, അതുപോലെ തന്നെ എഡിറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കിനാവ് പദ്ധതി എന്നുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ വരുന്നതാണ് ട്രെൻഡ് പദ്ധതി എന്നുള്ളത്. വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലോക ധ്യാന ദിനം. ലോക യോഗാ ദിനമല്ല, ലോക യോഗാ ദിനം എന്നുള്ളത് ജൂൺ 21 അത് നമ്മൾ 2014 തൊട്ട് ആചരിക്കുന്നുണ്ട്. 2014 തൊട്ടിട്ട് ലോക യോഗാ ദിനം നമ്മൾ ആചരിച്ചു പോരുന്നുണ്ട്. ഇത് 10 വർഷം കഴിഞ്ഞപ്പോൾ 2024 ഡിസംബറിൽ അല്ലേ, 2024 ഡിസംബർ 21 2024 ഡിസംബർ 21 നമ്മൾ ലോക ധ്യാന ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. അതിനുള്ള പ്രമേയം നമ്മുടെ ഐക്യരാഷ്ട്രസഭയിൽ UN അവതരിപ്പിച്ച് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി മുതൽ ഡിസംബർ 21 എന്ന് പറയുന്നത് ലോക ധ്യാന ദിനമാണ്. യോഗാ ദിനം എന്നാണ്? യോഗാ ദിനം ജൂൺ 21 ജൂൺ 21 യോഗാ ദിനം. ലോക ധ്യാന ദിനം ഡിസംബർ 21 ഡിസംബർ 21 ലോക ധ്യാന ദിനം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പ്രമേയം UN പാസ്സാക്കി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 2014 നമ്മൾ 14 മുതലാണ് നമ്മൾ യോഗാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. അതേപോലെ തന്നെ സംരംഭക വർഷം എന്നുള്ളൊരു പദ്ധതിയാണ്. ഈ സംരംഭക വർഷം എന്നുള്ള പദ്ധതിക്ക് അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. സംരംഭക വർഷം ഈ പദ്ധതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വ്യവസായ വകുപ്പിന് കീഴിലുള്ള ഒരു പദ്ധതിയാണ് സംരംഭക വർഷം എന്നുള്ളത്. സംരംഭക വർഷം പദ്ധതി വഴി കഴിഞ്ഞ നമ്മുടെ 3 വർഷം കൊണ്ട് 3 ലക്ഷം സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത്. 3 വർഷം കൊണ്ട് ഈ പദ്ധതി വഴി 3 വർഷം കൊണ്ട് 3 ലക്ഷം സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞു. അതുവഴി 7 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതേ തുടർന്നുകൊണ്ടാണ്, ഈ റിപ്പോർട്ടിനെ തുടർന്നുകൊണ്ടാണ് നമ്മുടെ സംരംഭക വർഷം പദ്ധതിക്ക് അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചത്. സംരംഭക വർഷം പദ്ധതിക്ക് അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചു. സംരംഭക വർഷം പദ്ധതി എന്ന് വെച്ചാൽ എന്താണ്? അത് വ്യവസായ വകുപ്പിന് കീഴിലുള്ള പദ്ധതിയാണ്. ഈ സംരംഭകർക്ക് കൂടുതൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള പദ്ധതിയാണ് സംരംഭക വർഷം എന്നുള്ളത്. ഈ പദ്ധതിയുടെ കീഴിൽ 3 വർഷം കൊണ്ട് 3 ലക്ഷം സംരംഭങ്ങൾ ആരംഭിക്കാനും അതുവഴി 7 ലക്ഷത്തിലധികം തൊഴിലാളികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിച്ചു എന്നാണ് പറയുന്നത്. ഇനി ഈ പദ്ധതിക്ക് എന്ത് പുരസ്കാരമാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മേഖലയിലെ ലോകത്തിലെ ഏറ്റവും വലിയ വേദിയായ അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഇന്നൊവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന അംഗീകാരമാണ് സംരംഭക വർഷം പദ്ധതിക്ക് ലഭിച്ചത്. അപ്പൊ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ തന്നെ ഏറ്റവും വലിയ വേദിയായിട്ടുള്ള അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഇന്നൊവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന അംഗീകാരമാണ് സംരംഭക വർഷം പദ്ധതിക്ക് ലഭിച്ചത് എന്നുള്ള കാര്യം കൂടി അവിടെ ഓർത്തിരിക്കുക. ഇനി അടുത്തത് RBIയുടെ പുതിയ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് അല്ലെ. സഞ്ജയ് ആരായിരുന്നു മുമ്പ്? ശക്തികാന്ത ദാസ് ആയിരുന്നു. 25ാമത്തെ RBI ഗവർണർ ശക്തികാന്ത ദാസ് ആയിരുന്നു. അദ്ദേഹം മാറി ഇപ്പൊ 26ാമത്തെ RBI ഗവർണറായിട്ട് സഞ്ജയ് മൽഹോത്രയാണ് ചുമതലയേറ്റത്.
അപ്പോൾ സഞ്ജയ് മൽഹോത്ര നമുക്ക് എങ്ങനെ ഓർക്കാം? ഈ RBI എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പണം ഉണ്ടാവില്ലേ അവരുടെ കയ്യിൽ, ബാക്കിയുള്ള ബാങ്കുകളെയൊക്കെ അപേക്ഷിച്ച് ഒരുപാട് പണം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ സഞ്ചിയിലിട്ട് വേണം കൊണ്ടുവരാൻ ഓർത്തിരിക്കുക. കുറേ പണം ഉള്ളതുകൊണ്ട് സഞ്ചി കൊണ്ടുപോകണം. അപ്പോൾ സഞ്ജയ്, പിന്നെ മൽഹോത്ര, ആരെങ്കിലുമൊക്കെ മോഷ്ടിക്കാൻ വരുമ്പോഴും മൽപ്പിടുത്തൊക്കെ ഉണ്ടാവും അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ സഞ്ജയ് മൽഹോത്ര അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് വെക്കുക. സഞ്ജയ് മൽഹോത്രയാണ് RBIയുടെ പുതിയ ഗവർണർ. 3 വർഷത്തേക്കാണ് നിയമനം. ഇനി അടുത്തത് രക്തദാനം എളുപ്പാക്കാൻ വേണ്ടിയിട്ട് താങ്ക് യു ഡോണർ എന്നുള്ളൊരു ആപ്പ്. അപ്പോൾ താങ്ക് യു ഡോണർ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല. താങ്ക് യു ഡോണർ എന്നുള്ളത് രക്തദാനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് താങ്ക് യു ഡോണർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ്. അതേപോലെ നമ്മുടെ മാധവ് ഗാഡ്ഗിൽ, ഇപ്പം അടുത്ത് വയനാട് നമ്മുടെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ സമയത്ത് ഒരുപാട് ചർച്ച ചെയ്ത പേരാണ് അല്ലേ, മാധവ് ഗാഡ്ഗിലും കസ്തൂരി രംഗൻ്റെയൊക്കെ റിപ്പോർട്ടിനെ കുറിച്ചിട്ട്. അപ്പം ഈ മാധവ് ഗാഡ്ഗിലിന് നമ്മുടെ UN-ന്റെ പരമോന്നത പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചു. UN-ന്റെ പരമോന്നത പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചു. ആ പുരസ്കാരത്തിൻ്റെ പേര് ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം എന്നുള്ളതാണ്. ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? മാധവ് ഗാഡ്ഗിലിനാണ് കിട്ടിയത്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഈ 2011 റിപ്പോർട്ട് ഉണ്ടല്ലോ, ഈ പരിസ്ഥിതി ലോല മേഖലകളെ കണ്ടെത്തിക്കൊണ്ടുള്ള ഗാഡ്ഗിലിൻ്റെ 2011 റിപ്പോർട്ടിനാണ് ഈ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ റിപ്പോർട്ടിനെ തുടർന്ന് ഭയങ്കര പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് പിന്നെ ഇദ്ദേഹത്തെ മാറ്റി, മാധവ് ഗാഡ്ഗിലിനെ മാറ്റി കസ്തൂരി രംഗനെ നിയമിക്കുന്നത്. അപ്പം 2011 പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഇദ്ദേഹം വെച്ച റിപ്പോർട്ടിനാണ് എന്ത് പുരസ്കാരം ഇപ്പോൾ UN കൊടുത്തിരിക്കുന്നത്? ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം എന്ന് പറയുന്നത്. ഇത് UN-ന്റെ പരമോന്നത പരിസ്ഥിതി പുരസ്കാരമാണ്. മാധവ് ഗാഡ്ഗിലിനാണ് കിട്ടിയത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വിവരാവകാശ നിയമം. നമുക്കറിയാം അല്ലെ, ഈ വിവരാവകാശ നിയമത്തിന് കീഴിൽ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൂടി കൊണ്ടുവന്നു. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതായത് പ്രൈവറ്റ് മേഖലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർക്ക്, അതായത് അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനൊക്കെ സാലറി കൊടുക്കുന്നത് ആരായിരിക്കും? പ്രൈവറ്റ് ആയിട്ട്, ഗവൺമെന്റ് അല്ല കൊടുക്കുന്നത്, അവർ പ്രൈവറ്റ് ആയിട്ട് ഏതെങ്കിലും വ്യക്തികളായിരിക്കും നൽകുന്നത്. അതിന് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതിനെ കൂടി ഈ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അപ്പം ഇതിനെ എതിർത്തപ്പോൾ നമ്മുടെ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം, ഒരു നിയമസഭ പാസാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രൂപീകരിക്കുന്നത് അല്ലെ. നിയമസഭ പാസാക്കിയിട്ടുള്ള ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ആരംഭിക്കാനുള്ള അനുമതി കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല എങ്കിൽ പോലും പലതരത്തിലുള്ള സൗജന്യ ആനുകൂല്യങ്ങൾ, വളരെ കുറഞ്ഞ നിരക്കിലുള്ള വൈദ്യുതി, സൗജന്യ നിരക്കിലുള്ള വൈദ്യുതിയും വെള്ളവും എല്ലാം തന്നെ ഈ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. സൗജന്യ നിരക്കിലുള്ള വൈദ്യുതിയും അതേപോലെ വെള്ളവും സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആര് നൽകുന്നുണ്ട്? സർക്കാർ നൽകുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ അത് മാത്രമല്ല, ഇവർ നൽകുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്, സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ നമ്മുടെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും വിവരാവകാശ നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരാൻ പറ്റും എന്നാണ് വിവരാവകാശ കമ്മീഷൻ അദ്ദേഹത്തിന്റെ ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി മുതൽ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരും എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇനി നമുക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലോ, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. നമുക്കറിയാലോ, നമ്മുടെ അവിടെയൊക്കെ വരുമ്പോൾ ചിലവർ തൊഴിലുറപ്പിന് കൃത്യസമയത്ത് വരില്ല, ചിലവർ അവർ കൃത്യമായിട്ട് പണിയെടുക്കുന്നുണ്ടാവില്ല, മിക്ക സമയത്ത് അവർ ചായ കുടിക്കലും മറ്റ് വർത്തമാനങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിനി അത് പരാതിപ്പെടാൻ സാധിക്കും. അത് പരാതിപ്പെടാനുള്ള ആപ്പാണ് ജൻമന രേഖ ആപ്പ്. ജൻമന രേഖ ആപ്പ് വഴി നമുക്ക് ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതികൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ സാധിക്കും. എന്ത് പരാതി ഉണ്ടെങ്കിലും, തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്ത് പരാതി ഉണ്ടെങ്കിലും ജൻമന രേഖ ആപ്പ് വഴി നമുക്ക് ഈ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ സാധിക്കും. ആ ആപ്പിൻ്റെ പേര് ശ്രദ്ധിക്കുക, ജന്മന രേഖ ആപ്പ് എന്നുള്ളതാണ് ആപ്പിൻ്റെ പേര്. ഇനി നമ്മുടെ ട്രംപിനെ ടൈമിൻ്റെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തു. ടൈം വാരികയുടെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് ട്രംപിനെയാണ്. ഏത് വാരികയാണ്? ടൈം വാരികയുടെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് ട്രംപിനെയാണ്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്ത്രീ അന്നം, അതേപോലെ തന്നെ സ്ത്രീ
ശ്രീ അന്നം എന്നുള്ളതും ശ്രീ മന്ന എന്നുള്ളതും എന്തിൻ്റെ സങ്കര ഇനമാണെന്ന് ചോദിക്കും. അത് മരച്ചീനിയുടെ പുതിയ സങ്കര ഇനമാണ് ശ്രീ അന്നം എന്നുള്ളതും ശ്രീ മന്ന എന്നുള്ളതും. ഈ അന്നം എന്നൊക്കെ കേൾക്കുമ്പോൾ ഓപ്ഷനിൽ നെല്ലൊക്കെ ഉണ്ടെങ്കിൽ മിക്കവരും ചാടിക്കേറി നെല്ലൊക്കെ കുത്തും. അപ്പൊ അത് തെറ്റരുത്. ശ്രീ ശ്രീ മന്ന എന്നുള്ളതും ശ്രീ അന്നം എന്നുള്ളതും പുതുതായിട്ട് വികസിപ്പിച്ചെടുത്ത മരച്ചീനി ഇനങ്ങളാണ്. മരച്ചീനി ഇനങ്ങളുടെ പേരെന്താണ്? ശ്രീ അന്നം. അതേപോലെ ശ്രീ മന്ന എന്നുള്ളതും പുതുതായി വികസിപ്പിച്ചെടുത്ത മരച്ചീനി ഇനങ്ങളാണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. പിന്നെ നമ്മുടെ കേരളത്തിലെ ദിവസക്കൂലി എന്ന് പറയുന്നത് ദേശീയ ശരാശരിയുടെ ഇരട്ടിയാണെന്നാണ് പറയുന്നത്. കേരളത്തിലെ ദിവസക്കൂലി എന്ന് പറയുന്നത്, ഇപ്പൊ ഇതിൽ പറയുന്ന ദിവസക്കൂലി എന്ന് പറയുന്നത് 800 സംതിങ് രൂപയാണ് പറയുന്നത്. നമുക്കറിയാലോ ശരിക്കും അതിൽ കൂടുതൽ കേരളത്തിൽ ദിവസക്കൂലി ഉണ്ട്. അപ്പൊ ഈ ദിവസക്കൂലി എന്ന് പറയുന്നത് മൊത്തം നമ്മുടെ രാജ്യത്തിന്റെ ശരാശരി ഉണ്ടല്ലോ, ആ ശരാശരിനേക്കാളും ഇരട്ടിയാണ്. രാജ്യത്തിന്റെ ശരാശരി ദിവസക്കൂലി എന്ന് പറയുന്നത് 417 സംതിങ്, 417 ആണെന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ ഇരട്ടിയാണ് കേരളത്തിലെ ഒരു ദിവസത്തെ ദിവസക്കൂലി എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കാം. ഇനി അടുത്തത് ഈ കതിർ ആപ്പ് എന്നുള്ളത്. കതിർ ആപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കതിർ ആപ്പ് എന്നുള്ളത് നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. കൃഷിയുടെ കാലാവസ്ഥാ വിവരങ്ങൾ, മണ്ണ് പരിശോധന, അതുപോലെ കൃഷിഭൂമി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ, കാർഷിക പദ്ധതികൾ, ഇതൊക്കെ നമുക്ക് കതിർ ആപ്പ് വഴി നമുക്ക് ലഭ്യമാകും. അപ്പൊ കതിർ ആപ്പ് എന്നുള്ളത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. ചിങ്ങം 1-നാണ് ഇത് ലോഞ്ച് ചെയ്തത്. അപ്പൊ കതിർ ആപ്പ് ചോദിച്ചിട്ടുള്ളതാണ്. കതിർ ആപ്പ് എന്നുള്ളത് കൃഷിയുമായി ബന്ധപ്പെട്ട ആപ്പാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? ഈ തൊഴിലാളികളുടെ വേതനത്തിന്റെ കേസിൽ കേരളമാണ് മുന്നിൽ അല്ലേ? ദേശീയ ശരാശരിയുടെ ഇരട്ടിയാണ് കേരളത്തിലെ ദിവസക്കൂലി എന്നുള്ളത്. ഇത് എന്തിന്റെ റിപ്പോർട്ടാണ്? RBIയുടെ റിപ്പോർട്ടാണ് കേട്ടോ. വെറുതെയുള്ള റിപ്പോർട്ടല്ല, അത് RBIയുടെ റിപ്പോർട്ടാണ്. അതേപോലെ തന്നെ ഇന്ത്യ സ്കിൽ റിപ്പോർട്ട്, സ്കില്ല് അതായത് കാര്യക്ഷമത, ആ സ്കിൽ റിപ്പോർട്ട് അനുസരിച്ച് 2025 സ്കിൽ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തെ തൊഴിൽ ക്ഷമതയിലെ കേരളം 2ാം സ്ഥാനത്താണ്. അതായത് യുവാക്കളുടെ തൊഴിൽ ക്ഷമതയുണ്ടല്ലോ, തൊഴിൽ അവസരമല്ല, തൊഴിൽ ക്ഷമത, തൊഴിൽ ചെയ്യാനുള്ള ആ ക്ഷമതയുണ്ടല്ലോ, അതിൻ്റെ കേസിൽ കേരളം 2ാം സ്ഥാനത്താണ്. അതേപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് അവസരങ്ങൾ നൽകുന്ന സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനത്തുമാണ്, 1ാം സ്ഥാനത്തല്ല 3ാം സ്ഥാനത്തുമാണ് കേരളം. അപ്പോൾ തൊഴിൽ ക്ഷമതയുടെ കാര്യത്തിൽ കേരളം 2ാം സ്ഥാനത്തും സ്ത്രീകൾക്ക് അവസരം നൽകുന്ന സംസ്ഥാനങ്ങളിൽ 3ാം സ്ഥാനത്തുമാണ് കേരളം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇത് ഇന്ത്യ സ്കിൽ റിപ്പോർട്ട് 2025 അനുസരിച്ചിട്ടാണ്. ഇന്ത്യ സ്കിൽ റിപ്പോർട്ട് 2025 അനുസരിച്ചിട്ട് കാര്യക്ഷമതയുടെ കേസിൽ, തൊഴിൽ ക്ഷമതയുടെ കാര്യത്തിൽ കേരളം 2ാം സ്ഥാനത്തും സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നതിന്റെ കാര്യത്തിൽ കേരളം 3ാം സ്ഥാനത്തുമാണെന്നുള്ള കാര്യം കൂടി അവിടെ നിന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കറണ്ട് അഫയേഴ്സ് ആണെന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇതൊക്കെ ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് എക്സാമിനുള്ളിൽ തന്നെ നമ്മൾ ഒരുപാട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ ചെയ്യും. അപ്പോൾ ഇതെല്ലാം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മാർക്ക് കിട്ടും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.